BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ താമസ നിയമലംഘനം നടത്തിയത് 3039 പേർ അറസ്റ്റിലായി. 2024 ജൂലൈ മുതൽ 2025 ഫെബ്രുവരി 11 വരെയുള്ള കണക്കുകളാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എവിഡൻസ് ജനറൽ ഡയറക്ടറേറ്റിലെ CID പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. അറസ്റ്റിലായവരിൽ നിയമവിരുദ്ധ മദ്യവിൽപ്പന, മയക്കുമരുന്ന് കൈവശം വയ്ക്കൽ തുടങ്ങി വിവിധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളുണ്ട്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധനകൾ ഡയറക്ടറേറ്റ് കർശനമാക്കിയിട്ടുണ്ടെന്നും ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ 999 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും പൊതുജനങ്ങളോട് അറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി അറാദിലുണ്ടായ ഗ്യാസ് സിലിണ്ടർ അപകടത്തിൽ ദുരിതത്തിലായവരെ സഹായിക്കാനുള്ള ദേശീയ ഫണ്ട് ശേഖരണ ക്യാമ്പയിന് തുടക്കമായി. അറാദ് വില്ലേജ് ചാരിറ്റി സൊസൈറ്റി, മുഹറഖ് മുനിസിപ്പൽ കൗൺസിൽ, മറ്റ് ചാരിറ്റി സൊസൈറ്റികൾ എന്നിവരുടെ പിന്തുണയോടെയാണ് ക്യാമ്പയിൻ നടന്നത്. ദുരിതത്തിലായ കുടുംബങ്ങളെയും കച്ചവടക്കാരെയും മറ്റ് സഹായത്തിന് അർഹരായ വ്യക്തികളെയും സഹായിക്കാനാണ് പദ്ധതി. അപകടത്തിൽ 2 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അറാദിലെ സീഫ് മാളിന് സമീപത്തെ കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. ബഹ്റൈൻ റെസ്റ്റോറന്റിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രക്ഷാപ്രവർത്തനം പൂർത്തിയായതായും സ്ഥലം സുരക്ഷിതമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു. പ്രദേശത്തെ 400 മീറ്റർ ചുറ്റളവിൽ പൊട്ടിത്തെറിയുടെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം 10 വീടുകൾ, 10 കടകൾ, 7 കാറുകൾ എന്നിവയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായാണ് വിലയിരുത്തുന്നത്. തകർന്ന ജനലുകൾ, മറ്റ് ഗ്ലാസ് ഡോറുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ മാറ്റിസ്ഥാപിക്കാനും സമീപത്തെ കെട്ടിടങ്ങളിൽ രൂപപ്പെട്ട വിള്ളലുകൾ, തകർന്ന വീണ മേൽക്കൂരകൾ എന്നിവ പുനർനിർമ്മിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി 1 ലക്ഷം ദിനാർ ശേഖരിക്കാനാണ് ലക്ഷ്യം. ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പൂർത്തിയായാൽ സഹായത്തിന് യോഗ്യരായവരുടെ വിവരങ്ങൾ സിവിൽ ഡിഫൻസ് നൽകുമെന്നും സൊസൈറ്റി ചെയർമാൻ ഹസൻ അൽ അറാദി പറഞ്ഞു. പ്രവാസി തൊഴിലാളികൾ താമസിച്ച കെട്ടിടത്തിലാണ് അപകടമുണ്ടായതെന്നും അറാദ് കണ്ട ഏറ്റവും ഭീകരമായ അപകടമാണ് സംഭവിച്ചതെന്നും രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇത് സംഭവിച്ചതെങ്കിൽ അപകടത്തിന്റെ തോത് ഇതിലും ദാരുണമായിരുന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അപകടത്തിനിരയായവർ സ്ഥലം സന്ദർശിക്കാൻ എത്തിയ അധികൃതർക്ക് മുമ്പാകെ സഹായ അഭ്യർത്ഥന നടത്തിയിരുന്നു. ബുധനാഴ്ച സ്ഥലം സന്ദർശിച്ച പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസല്ലം എല്ലാവിധ സഹായ വാഗ്ദാനവും പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ സ്ഥലം MP അബ്ദുള്ള അൽദൈൻ, മുഹറഖ് മുനിസിപ്പൽ ഏരിയ കൗൺസിലർ അഹമ്മദ് അൽ മിഖാവി എന്നിവരും സഹായ വാഗ്ദാനങ്ങളുമായി രംഗത്ത് വന്നു. എല്ലാ ചെലവുകളും സ്വന്തമായി ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും എന്നാൽ ഫണ്ട് സമാഹരണ ക്യാമ്പയിനിന്റെ വിജയത്തിനായി മറ്റ് MPമാരെ അടക്കം ഏകോപിപ്പിക്കുമെന്നും സ്ഥലം MP അബ്ദുള്ള അൽദീൻ പറഞ്ഞു. കെട്ടിടത്തിൽ താമസിച്ചിരുന്ന തൊഴിലാളികളെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശി NP ഹരിദാസ് ബഹ്റൈനിൽ നിര്യാതനായി. 27 വർഷമായി ബഹ്റൈനിൽ പ്രവാസിയായിരുന്നു. ബഹ്റൈൻ മിനിസ്ട്രി ഹോസ്പിറ്റലിലും റോയൽ മെഡിക്കൽ സർവീസിലും ബയോമെഡിക്കൽ എഞ്ചിനീയറായി സേവനം ചെയ്തു വരികയായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം. ഭാര്യ സവിത ഹരിദാസ്, മക്കൾ സൗരഭ്, സ്വപ്ന മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ ചെയ്തു വരുന്നു. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ലേബർ ക്യാമ്പിൽ കഴിയുന്ന 42ഓളം വരുന്ന തൊഴിലാളികൾക്ക് സ്നേഹസ്പർശവുമായി SKSSF ബഹ്റൈൻ വിഖായ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ക്യാമ്പിൽ എത്തിച്ചു നൽകി. SKSSF ബഹ്റൈൻ ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ, വൈസ് പ്രസിഡന്റ് സജിൻ പന്തക്കൽ, ഓർഗനൈസിംഗ് സെക്രട്ടറി മോനു മുഹമ്മദ്, വിഖായ അംഗങ്ങളായ അബ്ദുള്ളൂഫ്, ഫിർദൌസ് മുഹമ്മദ്, ജസീർ സവാരം, സ്വാലി കുറ്റ്യാടി എന്നിവർ വിതരണങ്ങൾക്ക് നേതൃത്വം നൽകി. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ഭക്തരുടെ തിക്കിലും തിരക്കിലും പെട്ട് 18 മരണം, 50 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 11 സ്ത്രീകളും 4 കുട്ടികളുമാണുള്ളത്. 3 പേർ പുരുഷന്മാരാണ്. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ശനിയാഴ്ച രാത്രി 10 മണിയോടെയുണ്ടായ അനിയന്ത്രിതമായ തിക്കും തിരക്കുമാണ് ആളപായത്തിനും പരിക്കിനും ഇടയാക്കിയത്. പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ വരുന്ന 14, 15 പ്ലാറ്റ്ഫോമുകളിലാണ് ആൾക്കൂട്ടം തിങ്ങിക്കൂടിയത്. ഒരു ദിവസം 5 ലക്ഷം വരെ ആളുകൾ യാത്ര ചെയ്യുന്നതാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആയിരങ്ങളാണ് രാത്രി സ്റ്റേഷനിൽ എത്തിയത്. പ്ലാറ്റ്ഫോം 14 നിന്നായിരുന്നു ഈ തീവണ്ടി പോകേണ്ടിയിരുന്നത്. അതേസമയം 12, 13 പ്ലാറ്റ്ഫോമുകൾ എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി, ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസുകൾ വൈകിയതോടെ 3 പ്ലാറ്റ്ഫോമുകളിലും വലിയ ജനക്കൂട്ടമുണ്ടായി. തുടർന്നാണ് തിക്കും തിരക്കുമുണ്ടായത്. അപകടത്തിൽ 15ലേറെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതായിരുന്നു ആദ്യ വിവരം. മരിച്ചുവെന്ന വാർത്തകൾ വിശ്വസിക്കരുതെന്നും റെയിൽവേ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ മരിച്ചവർക്ക്
ആദരാഞ്ജലിയുമായി ലഫ്റ്റനന്റ് ഗവർണർ പോസ്റ്റർ ഇട്ടതോടെ ആശയക്കുഴപ്പം പരന്നു. പിന്നാലെ ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഉടൻ സുരക്ഷാസേന രംഗത്തെത്തുകയും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തതായും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 15 പേർ മരിച്ചതായി LNG ആശുപത്രി അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർ സ്ഥിരീകരിച്ചു. നിർഭാഗ്യകരവും ദാരുണവുമായ സംഭവങ്ങൾ ഉണ്ടായതായും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സ്ഥിരീകരിച്ചു. സ്ഥിതിഗതികൾ പരിഹരിക്കാൻ ചീഫ് സെക്രട്ടറിക്കും ഡൽഹി പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. എന്നാൽ മരിച്ചവരുടെയോ പരിക്കേറ്റവരുടെയോ കണക്ക് പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായില്ല. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും റെയിൽവേ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. മരിച്ചവരുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ക്രൂര റാഗിങ്ങിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ 13 നമ്പർ മുറിയിൽ നിന്ന് കോമ്പസും ഡമ്പലും ചെറിയ കത്തിയും കരിങ്കലും കണ്ടെടുത്തു. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിരുന്നു പരിശോധന. ഈ മുറിയിൽ വെച്ചാണ് പ്രതികൾ വിദ്യാർത്ഥിയെ കോമ്പസ് കൊണ്ട് കുത്തി രസിച്ചത്. വേദനിച്ച് കരഞ്ഞപ്പോൾ സ്വകാര്യ ഭാഗത്ത് ഒന്നിനു മുകളിൽ ഒന്നായി ഡമ്പൽ കയറ്റിവെച്ചു. കൂടുതൽ പേർ റാഗിങ്ങിന് ഇരയായോ എന്നറിയാൻ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 3 മാസം നീണ്ട റാഗിംഗ് അറിഞ്ഞില്ലെന്ന അധികൃതരുടെ വാദം വിശ്വസിക്കാനാവില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. പ്രതികളെ പേടിച്ചാണ് ആരും പുറത്തു പറയാത്തതെന്നാണ് മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് മുൻകൂർ ഗ്രാന്റ് അനുവദിച്ച കീഴ്വഴക്കമുള്ളപ്പോഴാണ് ഗ്രാന്റ് പോലും നൽകാതെ അപ്രായോഗിക ഉപാധികളോടെ വയനാടിനുള്ള കേന്ദ്ര വായ്പ. ഇതാകട്ടെ ദുരന്ത നിവാരണത്തിനുള്ള വകയിരുത്തലോ വായ്പയോ അല്ല. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങളിലെ പ്രത്യേക മൂലധന നിക്ഷേപങ്ങൾക്കായുള്ള വകയിരുത്തലിൽ ഉൾപ്പെടുത്തിയാണ് 530 കോടിയുടെ വായ്പ. ഇത് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള വായ്പയല്ല. സംസ്ഥാനങ്ങൾക്കുള്ള വായ്പയും മുൻകൂറും എന്ന കണക്ക് ശീർഷകത്തിലാണ് പണം അനുവദിച്ചത്. കേരളം ചില പൊതുപദ്ധതികൾക്കായി മൂലധന വായ്പ നേരത്തെ ആവശ്യപ്പെടുകയും അനുവദിക്കുകയും ചെയ്തിരുന്നു. ആന്ധ്രയ്ക്കും ബീഹാറിനും ഛത്തീസ്ഗഡിനും തെലങ്കാനയ്ക്കും ഉത്തരാഖണ്ഡിനും തമിഴ്നാടിനും സമീപകാലത്ത് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് മുൻകൂർ ഗ്രാന്റ് നൽകിയ പശ്ചാത്തലത്തിലാണിത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.